നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് ചൊവ്വയുടെ ദശാകാലത്ത് വന്നു ചേരുന്ന ഗുണദോഷ ഫലങ്ങളും ചില ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ്. ചൊവ്വയെ ജാതകത്തിൽ കുജൻ എന്നുള്ളതിൻ്റെ കു എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഗൃഹനിലയിൽ മേടം, വൃശ്ചികം രാശികളുടെ ആധിപത്യം കുജനാണ്. ഉച്ചക്ഷേത്രം മകരം രാശിയും കർക്കടകം രാശി നീചരാശിയുമാണ്. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യവും ചൊവ്വയ്ക്കാണ്. 360 ഡിഗ്രിയുള്ള രാശിചക്രത്തിൽ 30 ഡിഗ്രിയുള്ള ഒരു രാശിയിൽ 48 ദിവസമാണ് ചൊവ്വയുടെ സ്ഥിതി. ജാതകത്തിൽ ചൊവ്വ സഹോദരകാരകനാണ്. സഹോദരൻ, നിർവികാരത, ഓജസ്, ഭൂമി, പട്ടാളം, പോലീസ്, ധൈര്യം, ആപത്ത്, ക്രൂരത, കള്ളൻ, ശത്രു, രക്തം പോക്ക്, ചൊറി, വ്രണം തുടങ്ങിയ രോഗങ്ങൾ, കനകം, ശസ്ത്രക്രിയാദി പ്രവൃത്തികൾ ഇതിൻ്റെ എല്ലാം കാരകൻ ചൊവ്വയാണ്. ആയതിനാൽ ഇതെല്ലാം ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ചൊവ്വ മനുഷ്യൻ്റെ ബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവർത്തനക്ഷമത, ശക്തി, എല്ലാത്തിനും മുമ്പേ നിൽക്കുവാനുള്ള ആഗ്രഹം, ഉത്സാഹം, ആത്മവിശ്വാസം ഇതൊക്കെ ചൊവ്വയുടെ പ്രത്യേകതകളാണ്. ജാതകത്തിൽ ബലമുള്ള ചൊവ്വ ലഗ്നവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ജാതകനിൽ അധികമായി കാണാമെന്നുള്ളതാണ്. ചൊവ്വയെ പൊതുവെ പാപഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ചൊവ്വയെ ജാതകത്തിൽ സൈന്യാധിപനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആത്മവിശ്വാസം, ബലം, ധൈര്യം, സാഹസം, തൻ്റെ ഇടം, വാക്സാമർഥ്യം, ബലം, വീരപ്രവൃത്തികൾ, മനോധൈര്യം, ശരീരശക്തി, സംഘടനാ ചാതുര്യം, പ്രായോഗിക കൗശലം, നിശ്ചയദാർഢ്യം, നേതൃത്വം, തടസ്സങ്ങളെ തട്ടിമാറ്റൽ, തളരാത്ത മനഃശക്തി, തോൽവി സമ്മതിക്കാതിരിക്കുക, നിരന്തര പ്രയത്നം, പെട്ടെന്ന് ദേഷ്യം വരിക, ഭാവിയെപ്പറ്റിയുള്ള ചിന്തയില്ലായ്മ, അധികാരത്തിൽ താൽപ്പര്യം, ഭരണസാമർഥ്യം ഇതൊക്കെ ചൊവ്വയ്ക്ക് ബലമുള്ള ജാതകനിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ജാതകത്തിൽ ചൊവ്വ ദുർബലനായാൽ ക്രൂരത, മുൻകോപം, വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി, കലഹപ്രകൃതി, പരസേവ, ദാസ്യപ്രവൃത്തി, മദ്യാസക്തി, വിവേകമില്ലായ്മ, ആക്രമണ സ്വഭാവം, അസ്വാഭാവിക ലൈംഗിക വാസനകൾ ഇതൊക്കെ ജാതകനിൽ പ്രകടമാകുമെന്നുള്ളതാണ്. ചൊവ്വ ലഗ്നക്കാരോടും ജാതകത്തിൽ ചൊവ്വയ്ക്ക് ബലമുള്ള ജാതകരോടും സൂക്ഷിച്ചു പെരുമാറണമെന്നാണ്. തക്ക സമയത്ത് പകരം വീട്ടാൻ ഇവർ സമർത്ഥരാണ് എന്നുള്ളതാണ്. ഇവരുമായി പരസ്പര ധാരണയിൽ പോകുന്നതാണ് ബുദ്ധി. ഇവർ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനോ മറ്റുള്ളവരുടെ അധീനനായി പ്രവർത്തിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവർ ചെറിയ ചെറിയ ജോലികളും ചുമതലകളും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ, വീരശൂരന്മാർ ഇങ്ങനെയുള്ളവരുടെ ജാതകത്തിൽ ചൊവ്വയ്ക്ക് ബലമുള്ളവരായി കാണാൻ കഴിയും. സ്വന്തം ഉത്സാഹമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരുടെ പ്രേരണയ്ക്കോ സഹായത്തിനു വേണ്ടി ഇവർ കാത്തു നിൽക്കാറില്ല. ജാതകത്തിൽ ചൊവ്വയ്ക്ക് ബലവും 10ാം ഭാവവുമായി ബന്ധവുമുണ്ടായിരുന്നാൽ ജാതകൻ പോലീസിലോ പട്ടാളത്തിലോ ജോലി ചെയ്യുന്നവരായിരിക്കും. മരുന്ന് വ്യാപാരികൾ, ശസ്ത്രക്രിയാ വിദഗ്ധർ, കശാപ്പുകാർ, ബാർബർമാർ, ഇരുമ്പ് പണിക്കാർ, എഞ്ചിനീയർമാർ, വ്യവസായശാലകൾ നടത്തുന്നവർ, കള്ളന്മാർ, കൊലപാതകികൾ, തീവ്രവാദികൾ തുടങ്ങിയവരുടെ ജാതകത്തിൽ ചൊവ്വയ്ക്ക് ആധിപത്യമുണ്ടായിരിക്കും.
ചൊവ്വയ്ക്ക് അഗ്നിരാശിയുമായി ബന്ധം വന്നാൽ ജാതകൻ യുദ്ധരംഗത്ത് ജോലി ചെയ്യുന്നവനായിരിക്കും. ഭൂമി രാശിയുമായി ബന്ധം വന്നാൽ കരസേനയിൽ ജോലി ചെയ്യുന്നവനായിരിക്കും ജാതകൻ. ചൊവ്വയ്ക്ക് വായുരാശിയുമായി ബന്ധം വന്നാൽ എയർഫോഴ്സിലോ അതുമായി ബന്ധപ്പെട്ടോ ഉള്ള ജോലിയായിരിക്കും ജാതകന്. ജലരാശിയുമായി ബന്ധപ്പെട്ടാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ജാതകൻ നേവിയിലോ അതുമായി ബന്ധപ്പെട്ട ജോലിയോ ആയിരിക്കും. ചൊവ്വ സൂര്യനുമായി ബന്ധം വന്നാൽ സൈനിക ആശുപത്രിയുമായി ബന്ധപ്പെട്ട ജോലിയുള്ളവരായിരിക്കും. ചന്ദ്രനുമായി ചൊവ്വയ്ക്ക് ബന്ധം വന്നാൽ നേവിയിൽ ജോലിയുള്ളവരായിരിക്കും. ചൊവ്വ ബുധനുമായി ബന്ധം വന്നാൽ ജാതകന് കണക്കെഴുത്ത്, ആഡിറ്റ് തുടങ്ങിയ ജോലികളായിരിക്കും. ചൊവ്വ ശനിയുമായി ബന്ധം വന്നാൽ കിടങ്ങുകൾ കുഴിക്കുക തുടങ്ങി അതുപോലെയുള്ള ജോലികളായിരിക്കും. ചൊവ്വയ്ക്കും സൂര്യനും ജാതകത്തിൽ നല്ല യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ജാതകൻ ധീരനും ഉത്സാഹിയും തൻ്റെടിയുമായിരിക്കും. ഇവരുടെ ദശാകാലത്ത് വഴക്കുകൾ, ക്രൂരപ്രവൃത്തികൾ ചെയ്യാനിടവരുമെന്നുള്ളതാണ്. ഇവരുടെ ഗൃഹജീവിതം ദുസ്സഹമായിരിക്കുമെന്നുള്ളതാണ്. ചൊവ്വ ബുധനുമായി ജാതകത്തിൽ നല്ല ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എല്ലാ കാര്യത്തിലും സാമർഥ്യവും വേഗതയും ഉണ്ടായിരിക്കും. മത്സരങ്ങളിൽ വിജയിച്ചു മുന്നേറാൻ സാധിക്കുമെന്നുള്ളതാണ്. ചൊവ്വയ്ക്ക് വ്യാഴവുമായി നല്ല ബന്ധമുണ്ടായിരുന്നാൽ ജാതകൻ ദൃഢനിശ്ചയമുള്ളവനും സ്ഥിരോത്സാഹിയുമായിരിക്കും. മത്സരങ്ങളിൽ വിജയിച്ചു മുന്നേറാൻ കഴിയുന്നവരായിരിക്കും. ചൊവ്വയ്ക്ക് ശുക്രനുമായി നല്ല ബന്ധം വന്നാൽ ജാതകൻ നല്ല കഴിവുള്ളവനായിരിക്കും. അതേപോലെ കലാബോധമുള്ളവനുമായിരിക്കും. തൊഴിലിൽ നല്ല വരുമാനമുണ്ടായി ഭൂസ്വത്തുക്കൾ ഉണ്ടാകും. സ്ത്രീകളുമായി നല്ല ബന്ധമുള്ളവനുമായിരിക്കും. ചൊവ്വയ്ക്ക് ശനിയുമായി നല്ല ബന്ധം വന്നാൽ ജാതകന് ശനിക്ക് പറഞ്ഞിട്ടുള്ള വിശേഷമായ അഹങ്കാരം, ധൃതി, ആക്രമണം ഇതെല്ലാം തന്നെ കൂടുതലായിരിക്കും. വിപരീത പരിസ്ഥിതികളിൽ മനസ്സ് തളരാതെ മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ്. ജാതകത്തിൽ ലഗ്നത്തിൽ ബലവാനായി ചൊവ്വ നിൽക്കുന്ന ജാതകൻ ഏതു കാര്യവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ മുറിവോ വ്രണമോ ഉള്ളവനും ആയുസ് കുറവുള്ളവനുമായിരിക്കും. ഭൂമിലാഭം, യശസ് എന്നിവ ലഭിക്കുന്നവനാണെങ്കിലും ഭാര്യയെക്കൊണ്ട് ക്ലേശമനുഭവിക്കുന്നവനായിരിക്കും. മേടം, ചിങ്ങം, ധനു എന്നീ രാശികൾ ലഗ്നമായി അവിടെ ചൊവ്വ നിൽക്കുകയും ഒരു ബന്ധുഗൃഹം വീക്ഷിക്കുകയും കൂടി ചെയ്താൽ അത് രാജയോഗമാണ്. മേടം, വൃശ്ചികൻ രാശികൾ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ പൂർവിക സ്വത്ത് കരസ്ഥമാക്കി സമ്പാദ്യക്കാരനാകുമെന്നുള്ളതാണ്. വ്യാഴക്ഷേത്രമായ ധനുവോ മീനമോ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ വളരെ ഭാഗ്യവാനായിരിക്കും. പക്ഷേ ജാതകന് ഔദാര്യശീലമുണ്ടാവുകയില്ല. ശുക്രക്ഷേത്രമായ ഇടവം തുലാം ലഗ്നമായി ചൊവ്വ അവിടെ നിന്നാൽ ജാതകൻ വലിയ സ്ത്രീശക്തനായി തീരുമെന്നുള്ളതാണ്. ചൊവ്വ തനിച്ച് ഒരു രാശിയിൽ നിന്നാൽ മാത്രമേ പൂർണ്ണഫലം കിട്ടുകയുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വയോട് പാപഗ്രഹങ്ങൾ ചേർന്നാൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ ശുഭഗ്രഹങ്ങൾ ചേർന്നാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. ചൊവ്വ ഊർജ്ജസ്വലതയുടെ കാരകനാണ്. സൈനിക കാരകനും പോലീസുകാരകനുമായ ചൊവ്വ ജാതകത്തിൽ നല്ല നിലയിൽ സ്ഥിതിയുള്ള ജാതകൻ ആ തുറകളിൽ നല്ല നിലയിൽ ശോഭിക്കാൻ കഴിയുമെന്നതാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചൊവ്വ ബലവാനായി ജാതകത്തിൽ നിൽക്കുന്ന ജാതകന് വയസ്സിനനുസരിച്ചുള്ള പ്രായം തോന്നുകയില്ല. ചൊവ്വാഴ്ച ദിവസങ്ങളിലും
വർഗോത്തമം ചെയ്തു നിൽക്കുമ്പോഴും മേടം, വൃശ്ചികം, മകരം, മീനം ഈ രാശികളിൽ ഒന്നിൽ നിൽക്കുമ്പോഴും രാത്രിയിലും ദക്ഷിണായനത്തിലും 10ാം ഭാവത്തിലും ചൊവ്വ പ്രത്യേകം ബലവാനാണ്. കർക്കടകൻ രാശി ചൊവ്വയ്ക്ക് നീചരാശിയാണെങ്കിലും അവിടെ ചൊവ്വയ്ക്ക് ബലഹാനി സംഭവിക്കുന്നില്ല. ചൊവ്വ അവിടെ രാജയോഗകാരകൻ കൂടിയാണ്. ചൊവ്വ ഓരോ രാശികളിൽ നിന്നുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വക്ഷേത്രങ്ങളായ മേടം രാശിയിലോ വൃശ്ചികം രാശിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ എല്ലാവരും അംഗീകരിക്കുന്നവനും സഞ്ചാരശീലമുള്ളവനും പോലീസിലോ സൈന്യത്തിലോ ജോലിയുള്ളവനായും ധനവാനായും ശരീരത്തിൽ മുറിവ് വന്ന അടയാളമുള്ളവനും ശൗര്യമുള്ളവനുമായിരിക്കും. ശുക്രക്ഷേത്രമായ ഇടവൻ രാശിയിലോ തുലാം രാശിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ബന്ധുക്കളുമായി അകന്നു ജീവിക്കുന്നവനായും അലങ്കാരപ്രിയനായും സ്ത്രീജിതനുമായിരിക്കും. ബുധക്ഷേത്രമായ മിഥുനത്തിലോ കന്നിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ബന്ധുക്കളില്ലാത്തവനും സംഗീതവാസനയുള്ളവനും ലുബ്ധനായും ഭയമില്ലാത്തവനുമായി തീരുമെന്നാണ്. ചന്ദ്രക്ഷേത്രമായ കർക്കിടകം രാശി ചൊവ്വയ്ക്ക് നീചരാശിയാണെങ്കിലും ചൊവ്വ അവിടെ ബലഹീനനല്ല. നീചഭംഗം സംഭവിച്ച് യോഗകാരകനായിത്തീരുന്നു. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ധനവാനായും ജലസംബന്ധിയായ ജോലികൾ ചെയ്യുന്നവനും ബുദ്ധിമാനായും നിർബന്ധ സ്വഭാവമുള്ളവനായും ഏതെങ്കിലും അംഗത്തിന് വൈകല്യമുള്ളവനായും ഭവിക്കുമെന്നാണ്. സൂര്യക്ഷേത്രമായ ചിങ്ങം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ധനമില്ലാത്തവനും ക്ലേശങ്ങൾ സഹിക്കുന്നവനും ഭാര്യാപുത്രാദികൾ ഇല്ലാത്തവനുമായി ഭവിക്കുമെന്നാണ്. വ്യാഴക്ഷേത്രമായ ധനുരാശിയിലോ മീനം രാശിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ നല്ല പദവിയും സ്ഥാനവും ലഭിക്കുന്നവനും പ്രസിദ്ധനും ശത്രുക്കളുള്ളവനും ഉദ്യോഗമുള്ളവനും ഭയമില്ലാത്തവനുമായി ഭവിക്കുമെന്നാണ്. ശനിക്ഷേത്രമായ കുംഭത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഒന്നിനും ആഗ്രഹമില്ലാത്തവനും ധനമില്ലാത്തവനും പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവനും സഞ്ചാരിയായും അസത്യവാദിയുമായി തീരുമെന്നതാണ്. ഉച്ചക്ഷേത്രമായ മകരത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വളരെ സമ്പത്തും പ്രതാപവും കീർത്തിയും നല്ല പുത്രന്മാരും സഹോദരന്മാരുമുള്ളവരുമായി ഭവിക്കുമെന്നാണ്. ഇഷ്ടഫലപ്രദനായ ചൊവ്വയുടെ ദശാകാലത്ത് ശത്രുജയം, പൗരുഷം, സാമർഥ്യം, സഹോദരന്മാരിൽ നിന്നും സഹായം, അധികാരസ്ഥാനങ്ങളിൽ നിന്നും സഹായം, ഉദ്യോഗം, ചികിത്സ, കൃഷി, ഭൂമി തുടങ്ങിയവ മൂലം ധനലാഭം. അനിഷ്ടപ്രദനായ ചൊവ്വയുടെ ദശാകാലത്ത് ബന്ധുജനങ്ങളുമായി കലഹം, ഉഷ്ണം, പിത്തരോഗം, മുറിവ്, വ്രണങ്ങൾ, അപകടങ്ങൾ, ക്രൂരത, പരസ്ത്രീ താൽപര്യം തുടങ്ങിയവ അനുഭവത്തിൽ വരുമെന്നതാണ്. ജാതകത്തിൽ ചൊവ്വ ദുർബലനായ ജാതകന് കർമ്മശേഷി, ഉത്സാഹം എന്നിവ കുറവായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിക്കുറവ്, ഭയം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ്. ക്രൂരത, മുൻകോപം, എടുത്തുചാട്ടം, കലഹ സ്വഭാവം, മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കൽ, മദ്യാസക്തി, പരസ്ത്രീഗമനം, അസ്വാഭാവിക ലൈംഗിക വാസനകൾ എന്നിവയും ചൊവ്വ പ്രതികൂലമായവരുടെ ലക്ഷണങ്ങളാണ്. ഒരു ജാതകത്തിൽ ചൊവ്വ ബലവാനായി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ജാതകൻ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവനായിരിക്കും. ചൊവ്വാദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ചൊവ്വ അനിഷ്ടപ്രദനാണ്.
കർക്കിടകം, മിഥുനം, കന്നി, തുലാം, കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശനി, രാഹു, ബുധൻ എന്നീ ഗ്രഹങ്ങളുമായി യോഗദൃഷ്ടിയോടുകൂടി ചൊവ്വ നിൽക്കുന്നവരും കുജദോഷ ശാന്തി അനുഷ്ഠിക്കണം. ലഗ്നം 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്നവർ ചൊവ്വയുടെ ദശാകാലത്ത് നിർബന്ധമായും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചാരവശാൽ 1, 2, 4, 5, 7, 8, 9, 12 എന്നീ രാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോഴും ദോഷശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വ ജാതകത്തിൽ ഓജരാശിയിലാണ് സ്ഥിതിയെങ്കിൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണ് സ്ഥിതിയെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത്. കുജദോഷ ശാന്തിക്ക് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉത്തമ ദിവസമാണ്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ചേർന്ന നിറങ്ങളാണ്. ചൊവ്വയുടെ ദശാകാലത്തെ ഗുണദോഷ ഫലങ്ങളും അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിൽ ചൊവ്വയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഇവിടെ പറഞ്ഞ ഫലങ്ങൾക്ക് മാറ്റം വന്നേക്കാം. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.